ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘത്തിലേക്ക് വ്യാപിപ്പിച്ച് SIT. ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കഴിഞ്ഞ ദിവസം SITക്ക് ലഭിച്ചിരുന്നു. അതേസമയം അന്വേഷണം ഉന്നതരിലേക്ക് ഇനിയും എത്താത്തതിൽ കടുത്ത വിമർശനം SITക്ക് നേരെ ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു. അന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയും വിമർശനമുയർത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഈ അന്വേഷണം ഏത് രീതിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നു? ഈ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ച 2 IPS ഉദ്യോഗസ്ഥർ അവരെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, കഴിഞ്ഞ ദിവസമാണ് നിർണായക മൊഴി സംബന്ധിച്ച് SITക്ക് വിവരം ലഭിക്കുകയും അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്ത് പ്രത്യേകിച്ച് ഡി മണി എന്ന ഒരു ഇടനിലക്കാരൻ വഴിയാണ് ഇത്തരത്തിൽ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നുള്ള നിർണായക മൊഴി ഒരു വ്യവസായിയിൽ നിന്ന് പുറത്തു വരുന്നത്. ആ മൊഴിയിൽ നിന്ന് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കൂടുതൽ SIT കടന്നിരിക്കുന്നത്. 2020 ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് എത്തിയാണ് ഈ പണം കൈമാറുകയും ചെയ്തതെന്നുള്ള നിർണായക മൊഴിയാണ് നൽകുകയും ചെയ്തത്. അത്തരത്തിൽ ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്തുകളിലേക്കാണോ ഇത് നീങ്ങുന്നതെന്നുള്ളത് ഒരു സൂചനയാണോ ഇപ്പോൾ ഈ ഒരു മൊഴിയിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് കൂടി നമുക്ക് വ്യക്തമാകേണ്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത്തരത്തിൽ ഈ പണം ഇയാളിൽ നിന്ന് വാങ്ങിയെടുത്തത്. അപ്പോൾ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കൈമാറി എന്നുള്ളതാണ് നിർണായകമായ മൊഴി SITക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ മറ്റു കൂടുതൽ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് IPS ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഇതിൽ സമ്മർദ്ദം ചെലുത്തുന്നു, SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചത്. അത് 2 IPS ഉദ്യോഗസ്ഥരാണ്. അതായത് ഈ ശ്രമത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയില്ല എങ്കിൽ അവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്നുള്ള ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തത്. എന്തായാലും അതിനോട് സർക്കാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇത് സംബന്ധിച്ചൊരു ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, SITയെ സംബന്ധിച്ച് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ അന്വേഷണത്തിന് നൽകിയിട്ടുള്ള സമയകാലാവധി ഉള്ളത്. ആ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ രീതിയിൽ ഒരു തുമ്പ് കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയും ഇനി ഏകദേശം 3 ആഴ്ചക്കാലം മാത്രം ബാക്കിയാണ് ഈ അന്വേഷണത്തിലുള്ളത്. ഇതിനിടയിൽ പോലും തന്നെ ഈ കാണാതെ പോയത് അല്ലെങ്കിൽ കളവ് പോയി എന്ന് പറയുന്ന ഈ സ്വർണം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ തൊണ്ടി മുതൽ കണ്ടെത്താൻ ഇതുവരെയും SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള നാഗോ ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്നും ഒപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പക്കൽ നിന്നുമായി പിടിച്ചെടുത്തിട്ടുള്ള ഏകദേശം 540ഓളം വരുന്ന ഗ്രാം സ്വർണം അത് ഇത്തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഗോവർദ്ധൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട്. അത് പരിഗണിക്കുന്നത് ഈ അവധിക്കാലം, ക്രിസ്മസിന്റെ അവധിക്കാലം കഴിഞ്ഞതിന് ശേഷം ഈ ജാമ്യ ഹർജി പരിഗണിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ SITയിൽ നിന്ന് റിപ്പോർട്ട് തേടുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഈ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ ഹൈക്കോടതി കൂടി കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അറസ്റ്റുകളിൽ, അതായത് കൂടുതൽ ആളുകളിലേക്ക് അറസ്റ്റ് എത്താത്തതിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നുള്ള സംശയം വലിയ രീതിയിൽ ബലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കോടതി തന്നെ നേരത്തെ എന്തുകൊണ്ട് A. പത്മകുമാറിന്റെ കമ്മിറ്റിയിലുണ്ടായിരുന്ന മറ്റ് 2 അംഗങ്ങളെ കൂടി ചോദ്യം ചെയ്ത് വിട്ടയച്ച നടപടി, അതിൽ ചില സംശയം ഹൈക്കോടതി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അവരെ എന്തുകൊണ്ട്, അവർക്കിതിൽ പങ്കുണ്ടോ, അല്ലെങ്കിൽ അക്കാര്യത്തിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല, കൂടുതൽ ആളുകളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു പിന്നീട് ഇപ്പോൾ കൂടുതൽ അറസ്റ്റുകളിലേക്ക് SIT കടക്കാനുള്ള ഒരു സാധ്യത. അതിൽ വിജയകുമാറിനെയും ഒപ്പം തന്നെ ശങ്കർദാസിനെയും കൂടുതൽ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തും. വേണമെങ്കിൽ അവരുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തും. പ്രത്യേകിച്ച് അവർ നൽകിയിട്ടുള്ള മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അതായത് അത് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല എന്ന നിലപാടുകളിലേക്ക് ഇപ്പോൾ SIT കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തിന്റെ അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് കൂടുതൽ പേരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് SIT. മിഥുൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയം കൂടുതൽ വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണോ ഈ പുരാവസ്തു കടത്ത് സംഘത്തിലേക്ക് മാത്രമായി SITയുടെ അന്വേഷണം നീളുന്നത്? അതോ ഈ പുരാവസ്തു കടത്ത് സംഘത്തിലേക്കുള്ള അന്വേഷണം അത് ഉന്നതരിലേക്ക് എത്താൻ SITയെ സഹായിക്കുമെന്ന് കരുതാൻ സാധിക്കുമോ? അനുശ്രീ, അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർണായകമായിട്ടുള്ള മൊഴി ലഭിച്ചത്. പക്ഷേ ഈ വിഗ്രഹങ്ങൾ, ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ അത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ നിന്നാണ് ഇത് ഈ കൊള്ള നടത്തുകയും അത് ഇത്തരത്തിൽ ഡി മണി എന്ന ദാവൂദ് മണി എന്ന് പോലും അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരു ഇടനിലക്കാരൻ ഈ വിഗ്രഹ കടത്തിൽ ഇടനില നിൽക്കുന്ന ഈ ഇദ്ദേഹത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത്
തന്നെയാണ്. എന്തായാലും ഡി മണിയെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് SIT കടക്കുകയും ചെയ്യും. എന്തായാലും ഇത് ഏത് ക്ഷേത്രത്തിൽ നിന്നാണുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ഇത്രയും സ്വാധീനം ഈ ശബരിമല ക്ഷേത്രത്തിൽ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് വെളിവാകുന്ന തരത്തിൽ ഉള്ള കൂടുതൽ വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രായശ്ചിത്തം എന്ന രീതിയിൽ ഗോവർദ്ധൻ നൽകിയിട്ടുള്ള 10 പവൻ സ്വർണം അത് മഹസറിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു കീഴ്വഴക്കം എന്നുള്ളത്. അതിനുശേഷം തിരുവാഭരണ കമ്മീഷനിലേക്ക് ഈ സ്വർണം കൈമാറുക എന്നുള്ളതാണ്. മറ്റൊന്ന്, വേണമെങ്കിൽ ഷോറൂമിലേക്ക് മാറ്റുക എന്നുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് സ്വാഭാവികമായി നടക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും എത്രത്തോളം സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്ന് വെളിവാകുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടിയായിരുന്നു പുറത്തു വരികയും ചെയ്തത്. പിന്നീട് ഈ ഗോവർദ്ധനെ നേരത്തെ 2 തവണ ചോദ്യം ചെയ്തിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ ആരോപണങ്ങളെയൊക്കെ പൂർണ്ണമായും നിഷേധിക്കുകയും പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ ഹൈക്കോടതി ഇത്തരത്തിൽ ഈ അന്വേഷണത്തെ പറ്റി അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയും ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ വേഗത ഈ ഒരു അന്വേഷണത്തിന് കൈവരികയും ഗോവർദ്ധനെയും ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻ്റെ ഉടമയും കൂടി പങ്കജ് ഭണ്ഡാരി അടക്കം അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പ്രത്യേകിച്ച് SIT കടക്കുകയും ചെയ്ത്. എന്തായാലും നിലവിൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യൽ നടക്കുകയാണ്. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർ 3 പേരും നടത്തിയ ഒരു ഗൂഢാലോചനയാണോ അതല്ലെങ്കിൽ ഭരണതലത്തിൽ ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഇതിൽ കൂടുതൽ സഹായിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ആരായുകയാണ് ഇപ്പോൾ SIT. അതിൽ ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് തന്നെ കോടതിയിൽ ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം. അതുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണം കടക്കുകയാണ്. ശരി മിഥുൻ.